ഒരു ഭാഗത്തുനിന്ന് മുടിക്ക് വേണ്ട നല്ലതും ചെയ്യുന്നുണ്ട്, വേറൊരു ഭാഗത്തുനിന്ന് മുടിക്ക് ദ്രോഹവും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം പറയാൻ ഈ 2 പാഴ്സലിന്. ഇന്ന് കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് വരുന്ന വഴിയാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് റോസ്മേരി വാട്ടറാണ്. റോസ്മേരി വാട്ടർ ഞാൻ ആൽപ്സിൻ്റെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഒന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബെയർ അനാട്ടമിയുടേതാണ് വാങ്ങിയത് ഇപ്രാവശ്യം. റോസ്മേരി ആൻഡ് റൈസ് വാട്ടർ ഇൻക്ലൂഡിങ് ആണ്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു സ്പ്രേ അടിച്ചപ്പോൾ എനിക്ക് ആ സ്മെല്ല് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആൽപ്സിൻ്റെത് അടിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മളൊരു നോർമൽ വാട്ടർ പോലെയായിരുന്നു. പക്ഷേ ഇതിനെന്തോ ഒരു സ്മെല്ല് വ്യത്യാസമുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് മേക്ക് മീ ബോൾഡിൻ്റെ സ്ട്രൈറ്റനിങ് ബ്രഷാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉപദ്രവമെന്ന്. ആക്ച്വലി ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിക്കും ഹെയറിന് നല്ലതല്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമല്ലോ. പിന്നെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്തിട്ട് മുടി സെറ്റാക്കി വെക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, കാണാനുള്ള ഒരു ഭംഗി കാരണം. അങ്ങനെ വാങ്ങിയതാണിത്. മേക്ക് മീ ബോൾഡിൻ്റെ 3, അതായത് കേളർ, സ്ട്രെയിറ്റ്നർ, പിന്നെ ഈ ഒരു ബ്രഷ്, ഇത് 3 ഞാൻ യൂസ് ചെയ്തതിൽ എനിക്കിതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കാരണം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു കോമ്പ് വെച്ചിട്ട് മുടി ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ല ഫിനിഷോടെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഹെയർ കാണും ചെയ്യും. പിന്നെ എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ഡിപ്പെൻസ് ഓൺ ദ ഹെയർ ആണ്. എനിക്ക് അത്ര അങ്ങോട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ബട്ട് നൈസാണ് സാധനം. 2500 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഭയങ്കര സിമ്പിളാട്ടോ യൂസ് ആക്കാൻ. ജസ്റ്റ് ഒരു ഓണും ഓഫും ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉള്ളൂ. വേറെ കൂടുതൽ ടെമ്പറേച്ചർ സെറ്റിങ് കാര്യങ്ങളൊന്നുമില്ല, സൗണ്ടും ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ പാക്കേജിങ് ഒക്കെ അടിപൊളിയാട്ടോ, നല്ല സെറ്റപ്പ് പാക്കേജിങ് ആണ്.